കാറ്ററിംഗ് സർവീസ് കമ്പനി തായ്ഫിലായിരുന്നു ഒരു 4 വർഷം. അന്ന് ഇതേമാതിരി മൊബൈൽ നമ്പറോ മറ്റ് ഈവൻ ടെലിഫോൺ നമ്പറോ വിളിച്ച് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഈവൻ നാട്ടിലേക്ക് വിളിക്കാൻ തന്നെ സൗകര്യങ്ങളില്ലായിരുന്നു. ഷാഫിക്ക ഏകദേശം ഒരു 34 വർഷമായി സൗദിയിലെത്തിയിട്ട്. സൗദിയുടെ മാറ്റം അത് എങ്ങനെ ഷാഫിക്ക നോക്കിക്കാണും? വളരെ പെട്ടെന്നാണ് എല്ലാ രംഗങ്ങളും നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ ഞങ്ങളൊരു ജനറൽ സപ്ലയർ എന്ന നിലക്ക് നമുക്ക് പെട്ടെന്ന് സാധനം ഇന്ന് പറഞ്ഞ സ്പോട്ടിൽ എത്തിക്കാൻ പറ്റുന്നത്. വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. ഇവിടുത്തെ പ്രശസ്തമായ വൈറ്റ് പേൾ ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി ഷാഫി കുത്രട്ട് സാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ അദ്ദേഹം പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും ഷാഫിക്ക. വലൈക്കും. വെൽക്കം ടു ദർശന TV സഫലമി യാത്ര. ഷാഫിക്ക എത്ര വർഷമായി സൗദിയിലെത്തിയിട്ട്? ഞാൻ ഏകദേശം ഒരു 34 വർഷമായിട്ടുണ്ട്. 1990 എത്തിയിട്ടുണ്ട് സൗദിയിലാദ്യമായിട്ട്. എന്തായിരുന്നു സൗദിയിലെ ആദ്യ കാലത്തൊക്കെ? അന്ന് ഇന്നത്തെ പോലെ മൊബൈലോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. ആദ്യമായിട്ട് വരുന്നതാണ്. നേരെ വന്നത് പിന്നെ ജിദ്ദയായിരുന്നു. ജിദ്ദയിൽ നിന്ന് പിന്നെ നേരെ ഒരു കാറ്ററിംഗ് സർവീസ് കമ്പനി തായ്ഫിലായിരുന്നു ഒരു 4 വർഷം. അന്ന് ഇതേമാതിരി മൊബൈൽ നമ്പറോ മറ്റ് ഈവൻ ടെലിഫോൺ നമ്പറോ വിളിച്ച് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഈവൻ നാട്ടിലേക്ക് വിളിക്കാൻ തന്നെ സൗകര്യങ്ങളില്ലായിരുന്നു. ഷാഫിക്ക നാട്ടിൽ എവിടെയാണ് ശരിക്കും? നാട്ടിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ കാട്ടുങ്ങൽ സ്വദേശിയാണ്. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? പഠിച്ചത് ഞാൻ ഡിഗ്രി അവിടെ തന്നെയാണ്. മലപ്പുറം ഗവൺമെൻറ് കോളേജിലായിരുന്നു പോയി ഡിഗ്രി. ഏത് സ്ട്രീം എടുത്തത്? ഞാൻ BSc സുവോളജിയാണ് ഡിഗ്രി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം HDC ഒരു 1 ഇയർ കോഴിക്കോട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സൗദിയിലെത്തിയിട്ട് നമ്മൾ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സത്യം പറഞ്ഞാൽ പഠിച്ചതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡിലാണ് നമ്മൾ എത്തിപ്പെട്ടിരുന്നത്. റിയാദിൽ ഏകദേശം ഒരു 2000 ഞാൻ ഇവിടെ റിയാദിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 24 വർഷമായിട്ട് റിയാദിലുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വൈറ്റ് പേളിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? വൈറ്റ് പേളിൻ്റെ സ്റ്റാർട്ടിങ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 14 വർഷമായി. എന്താണ് ഇത് ആക്ടിവിറ്റി? വൈറ്റ് പേൾ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇത് ഓൺലി 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിക്ക് മാത്രം സപ്ലൈ ചെയ്യണം. ഇത് റോ മെറ്റീരിയൽസ് ആണ്. ഇത് ഈ പാസ്ത, നൂഡിൽസ്, അവർക്ക് 5 സ്റ്റാർ ഹോട്ടലിക്ക് വേണ്ട എല്ലാ ഐറ്റംസുകൾ നമ്മൾ അവരെ റിക്വയർമെൻറ്റ്സ് നമ്മൾ അവർക്ക് എത്തിച്ചു. ഷാഫിക്ക ഏകദേശം ഒരു 34 വർഷമായി സൗദിയിലെത്തിയിട്ട്. സൗദിയുടെ മാറ്റം അത് എങ്ങനെ ഷാഫിക്ക നോക്കിക്കാണുന്നത്? സൗദിയിലെ മാറ്റം പിന്നെ വളരെ പെട്ടെന്നാണ് എല്ലാ രംഗങ്ങളും നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യം വന്ന സമയത്തൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻസിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പെട്ടെന്ന് ആൾക്കാരിൽ ഈ മൊബൈൽ സിസ്റ്റങ്ങളൊക്കെ എത്തി തുടങ്ങി. അതുകൊണ്ട് പിന്നെ അതോടുകൂടി നമുക്ക് ജനങ്ങളെ ബന്ധപ്പെടാൻ പറ്റി. പിന്നെ റോഡുകളും മറ്റ് വികസനങ്ങളും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഷാഫിക്ക, ഇപ്പം നമ്മുടെ ഈ വൈറ്റ് പേൾ എന്ന് പറയുന്നല്ലോ, നമ്മുടെ എന്താണ് സ്പെഷ്യാലിറ്റി? ഇപ്പം ഈ നിങ്ങൾ പറഞ്ഞല്ലോ 5 സ്റ്റാർ ഹോട്ടൽസിന് സപ്ലൈ ആക്കുന്നു. അപ്പം അവർ നമ്മളെ അടുത്ത് വാങ്ങണമെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. എന്താണത്? നമ്മളിതിൽ സ്പെഷ്യാലിറ്റി നമ്മൾ നല്ല സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് സാധനം പെട്ടെന്ന് ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ പെട്ടെന്ന് തന്നെ അത് അന്നന്നെ എത്തിക്കും. മറ്റു വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ അവർക്ക് PO ഇറങ്ങി അതൊരു പർച്ചേസ് ഓർഡർ എടുത്ത് ഒരുപാട് മാനേജേഴ്സിന് അപ്രൂവലെ കൊടുത്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളൊരു ജനറൽ സപ്ലയർ എന്ന നിലക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് സാധനം ഇന്ന് പറഞ്ഞ സ്പോട്ടിൽ എത്തിക്കാൻ പറ്റും. അതുതന്നെയാണ് ഞങ്ങളെ പിന്നെ വിജയവും. ഷാഫിക്ക, എന്താണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? എങ്ങനെയാണ് ഇത് നമ്മൾ ഈ പിന്നെ ബിസിനസ്സൊക്കെ കൊണ്ടുവരുന്നത്? ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവരായിട്ടും നല്ല റിലേഷൻ കീപ്പ് ചെയ്യാം. അവരെ ഇതിനനുസരിച്ച് നമ്മൾ പിന്നെ സാധനം നല്ല സർവീസ് ചെയ്യുക. പിന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസുകൾ നമ്മൾ കൊടുക്കണം. ഇതാണ് അവരല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ പരസ്യങ്ങളൊന്നും ചെയ്യും. പരസ്യത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നല്ല സർവീസ് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് അവരായിട്ടും നല്ല റിലേഷൻ, നമ്മളതുപോലെ അവരായിട്ടും നല്ല ബിഹേവ് ചെയ്യുക. പിന്നെ അവർ പറയുന്ന സമയത്ത് ഓൺ ടൈം സാധനങ്ങൾ എടുത്ത് നമുക്ക് നമ്മുടെ ഓർഡറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഷാഫിക്ക, എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? തീർച്ചയായും ഉണ്ട്. തീർച്ചയായിട്ടും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പൊതുവേ ബിസിനസ് സംബന്ധമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. കുറേ കാലം അവർ പിന്നെ ഫാമിലി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ മക്കളെ പഠിത്തം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നമ്മളെ ജോലിയും ബിസിനസ് സംബന്ധം കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് തീർച്ചയായും ലൈഫിലുണ്ടായിട്ടുണ്ട്. എന്താണ് വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് നസീമ. എത്ര മക്കളാണ്? എനിക്ക് മൂന്ന് കുട്ടികളാണ്. 3 ആൺകുട്ടികളാണ്. 3 ആൺകുട്ടികൾ. മൂത്ത 2 പേരും പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ചെറിയ ഇവിടെ അടുത്ത് പിന്നെ സ്കൂൾ ഇക്കൊല്ലം മുതൽ ഇവിടെ ജോയിൻ ചെയ്തു. നാട്ടിലായിരുന്നു. എന്താണ് മക്കളുടെ പേരൊക്കെ? മൂത്ത മോൻ്റെ പിന്നെ പേര് ഷജീൻ അഹമ്മദാണ്. രണ്ടാമത്തേത് ഷഹീൻ. മൂന്നാമത്തേത് ഷയാൻ അഹമ്മദ്.
ഇൻഷാല്ല ഏതായാലും നിങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വന്നതാണ്. നമ്മുടെ ദർശന ടി വിക്കും ഈ സഫലം ഈ യാത്ര എന്ന പ്രോഗ്രാമിന് സമയം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അസ്സാം വലൈക്കും. അസ്സലാമു അലൈക്കും.